ഹലോ, ഞാനത് അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ വീഡിയോ ഫുൾ കാണുകയും കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നടുവേദനയ്ക്കും ജോയിൻറ്റ് പെയിനും ഒക്കെ സ്പെഷ്യലി അവർക്കാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു പ്രത്യേക റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഉലുവാപ്പാൽ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ ഉലുവാപ്പാലൊക്കെ ഈ മഴക്കാലത്തുണ്ടാക്കി കഴിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ബാക്ക് പെയിനും ജോയിൻറ്റ് പെയിനും ഒക്കെ ഒത്തിരി നല്ലതാണ്. എല്ലാവർക്കും കുടിക്കാം, അത് അങ്ങനെയുള്ളവർക്ക് സ്പെഷ്യലി. അതിന് ഞാനിവിടെ ഒരു 6 മണിക്കൂർ നല്ലപോലെ വെള്ളം ഒഴിച്ച് കുതിർത്ത് ഉലുവയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് 1 കപ്പ് ഉലുവയാണ്. അതൊരു 2 ഗ്ലാസ് പാലുണ്ടാക്കാം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ തേങ്ങയുടെ 1-ാം പാല് ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ശർക്കര ഉരുക്കി പാനിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് 3ഉമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ ഉലുവ ഈ ഞാൻ കഴുകിയിട്ടാണ് കുതിർത്താൻ വെച്ചത്. ഈ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് കുക്കറിൽ ഒരു 3 വിസിൽ അടുപ്പിച്ചിട്ട് വരാം. അപ്പം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് പറഞ്ഞുതരാം. ഇതേ കുക്കറിൽ ഞാൻ വേവിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു ബോളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് ഒന്ന് ആറിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം. ഈ വെള്ളത്തോടു കൂടി തന്നെ വേണം മിക്സിയിലിട്ട് അടിക്കാൻ. അപ്പോൾ ഇത് ഇവിടെ ഇരുന്നൊന്ന് ആറിയിട്ടുണ്ട്. നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അടിച്ചിട്ട് വരാവേ. ഓക്കെ, ഇത് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം ഇതിൻ്റെ അകത്ത് ഈ സമയത്താണ് നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. അത് ഒഴിച്ചിട്ട് വീണ്ടും നമുക്കൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം. ഇപ്പം ഞാനിത് പാലും അത് ഉലുവയും കൂടെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് മിക്സിയിൽ. ഇത് കണ്ടോ, ഇതിപ്പം തിക്കായിട്ടായിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കും. അങ്ങനെ അതിൻ്റെ മധുരവും അതിൻ്റെ കൺസിസ്റ്റൻസിയും അന്നേരം ശരിയാവുള്ളൂ. ഇതാ ഈ കൺസിസ്റ്റൻസിയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ലൂസായിട്ട് എടുക്കേണ്ടവർക്ക് കുറച്ച് പാല് ചേർത്താൽ മതി, ലൂസായിട്ട് എടുക്കാം. ഇതിപ്പം ഈ കൺസിസ്റ്റൻസിൽ എടുക്കുവാണ്. നമുക്ക് സ്പൂണിൻ്റെ അകത്ത് കോരി കുടിക്കാം. ഇതിപ്പം കുറച്ചേറെ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് ഞങ്ങൾക്ക് എടുക്കുവാണ്. അപ്പോൾ ഇത് ഉലുവ, നിങ്ങൾ വിചാരിക്കും ഉലുവ ഭയങ്കര കയ്പല്ലേന്ന്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കേ. ഇത് പായസം നനച്ച് പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരു കയ്പും ഇല്ല. നല്ല ഒരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ ഉലുവയല്ലേ, നമുക്കറിയാമല്ലോ, പോഷകങ്ങളുടെ ഒരു കലവറയാണല്ലോ. അപ്പം ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി കുടിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഞാൻ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.